റോമർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 15-ാമത്തെ അധ്യായത്തിൽ നാം എത്തി. 15-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. ഇന്ന് 5 മുതലുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്നാൽ എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വാക്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്കറിയാമല്ലോ. എന്നാൽ നിങ്ങൾ ഐകമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുയേശുവിന് അനുരൂപമായി തമ്മിൽ ഏകചിന്തയോടെ ഇരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. യഥാർത്ഥത്തിൽ നമുക്ക് ഇതിനകത്ത് ഒരു സഭായോഗത്തിൽ എങ്ങനെയായിരിക്കണം എന്ന് ഉള്ള ഒരു സൂചനയുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. കാരണം ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് അവർ ഒരുമിച്ച് കൂടുന്ന ഒരു സമയത്തെയാണ് പ്രത്യേകമായി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ദൈവത്തെ മഹത്വീകരിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ എങ്ങനെയാണ് മഹത്വീകരിക്കേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സഭായോഗത്തിൽ ഐകമത്യപ്പെട്ട് എന്ന് വെച്ചാൽ യാതൊരു ഭിന്നതയും ദൈവസഭയിൽ അനുവദിച്ചിട്ടില്ല. ഇന്ന് ഭിന്നതയോടുകൂടി അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം പൊതുവിൽ ആളുകൾക്ക് ഒരു പ്രശ്നമേ അല്ല. എന്നാൽ വചനത്തിൽ അങ്ങനെ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. വചനത്തിൽ അങ്ങനെ പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശമാണുള്ളത്. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം, വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള വ്യക്തിപരമായിട്ടുള്ള ഒന്നും ഇവിടെ വലിയ പ്രസക്തിയില്ല. ദൈവവചനത്തിൽ എത്രത്തോളം കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും അങ്ങനെ ഒരു ഐക്യം എന്ന് പറയുന്നത് ദൈവസഭയിൽ ഉണ്ടായിരിക്കണം. എന്നാൽ നിങ്ങൾ ഐകമത്യപ്പെട്ട്, ഇവിടെ ഐകമത്യത്തിന് തടസ്സമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവിടെ ഈ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഭക്ഷണത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസങ്ങൾ ആചരിക്കുന്നതിനെ സംബന്ധിച്ചോ ഉള്ള യാതൊരു വക അഭിപ്രായ വ്യത്യാസങ്ങളും അന്യോന്യമുള്ള വിധികളോ ഒന്നും പാടില്ല. മറിച്ച് എല്ലാവരും ഐകമത്യപ്പെട്ട് ദൈവസന്നിധിയിൽ ഒരു വായിനാൽ മഹത്വീകരിക്കണം. ഈ ഐക്യമുണ്ട് എങ്കിൽ മാത്രമേ ഒരു വായിനാൽ മഹത്വീകരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഐക്യമില്ലാത്തടത്ത് ഒരു വായിനാൽ മഹത്വീകരിക്കുക എന്ന് പറയുന്നത് പ്രസക്തിയുള്ള അല്ലെങ്കിൽ സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഒരു സഭയെ സഭയാക്കുന്നത് അല്ലെങ്കിൽ ഒരു കൂട്ടം സഭയാകുന്നത് അവിടെ ഐക്യമുള്ളപ്പോഴാണ്. ഐക്യമില്ലെങ്കിൽ അത് ഒരു സഭയല്ല. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരത്തോട് താരതമ്യം ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ കൂടെ ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ ഐക്യമുള്ളിടത്ത് മാത്രമേ അതിനെ ഒരു ശരീരം എന്ന് പറയാനായിട്ട് കഴിയുകയുള്ളൂ. വിരുദ്ധാഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ പോവുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഐക്യത്തിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാമല്ലോ, ഒരു ശരീരം, അതിനകത്തെ അവയവങ്ങളെല്ലാം ഐക്യത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. എല്ലാ അവയവങ്ങളുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ആ ശരീരത്തിൻ്റെ നന്മയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവസഭയുടെ നന്മ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒന്ന് തന്നെ ചിന്തിച്ച് ജീവിച്ച് മുമ്പോട്ട് പോകുവാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രമേ ദൈവസഭ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കൂട്ടത്തെ മാത്രമേ നമുക്ക് ദൈവസഭ എന്ന് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്താണ് അതുപോലെ തന്നെ ഈ നിങ്ങൾ ഐകമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ, അപ്പോൾ ഒരു മനസ്സ് എന്നാണ് അവിടെ വീണ്ടും നമ്മൾ വായിക്കുന്നത്. ഏക മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് സാധ്യമാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഈ എല്ലാവരും ഒന്ന് തന്നെ ചിന്തിക്കുകയും ഏക ഹൃദയമുള്ളവരായിരിക്കുക, ഏക മനസ്സുള്ളവരായിരിക്കുക,
ഇതൊക്കെ സാധ്യമായിട്ടുള്ള കാര്യമാണോ എന്നുള്ള ഒരു ചിന്തയാണ് പൊതുവെ ഈ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ആളുകൾക്ക് അവരുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ളത്. അത് അസാധ്യമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും ഭൂരിപക്ഷവും എന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആളുകളെ കണ്ടിട്ടുള്ളതും. പ്രത്യേകിച്ച് സഭകളിൽ അങ്ങനെയുള്ള ഐക്യമൊന്നുമില്ലാതെ പോകുന്നതുകൊണ്ട്, അങ്ങനെ ഐക്യമില്ലാതെ പോകുന്ന വിഷയം ഈ സഭകളിലൊന്നും ആർക്കും ഒരു പ്രശ്നവുമല്ലാത്തത് കൊണ്ട് ഐക്യത്തോടെ പോവുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് പോലും ഇന്ന് സഭകളിൽ ഇല്ല എന്നുള്ളതാണ്. അതാരും അങ്ങനെ പഠിപ്പിക്കുന്നില്ല, ആരും അത് പാലിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എന്ന് നമുക്ക് കാണാം. എന്നാൽ ഒരു കൂട്ടത്തെ, ഒരുമിച്ച് കൂടി വരുന്ന ഒരു കൂട്ടത്തെ സഭ എന്ന് വിളിക്കണമെങ്കിൽ അവിടെ ഏക മനസ്സുണ്ടായിരിക്കണം, ഐക്യമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ തമ്മിൽ ഏക ചിന്തയോടിരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഏക ചിന്ത, ഐകമത്യം, ഏക മനസ്സ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഉള്ളപ്പോൾ മാത്രമാണ് ഒരു കൂട്ടത്തെ നമുക്ക് ദൈവപ്രസാദമുള്ള സഭ എന്ന് വിളിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഈ ഐക്യമില്ലാതെ വന്നാൽ, അല്ലെങ്കിൽ ഒന്ന് തന്നെ ഏക മനസ്സോടെയോ അല്ലെങ്കിൽ ഏക ചിന്തയോടെയോ ഇരിക്കാനായിട്ട് കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ നമുക്കതാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഫെസോസിലെ സഭയെ സംബന്ധിച്ച് കാണാനായിട്ട് കഴിയുന്നത്. അവര് നല്ല ഐക്യവും സ്നേഹവും ഒക്കെ ഉള്ള ആളുകളായിരുന്നു. പൗലോസ് അപ്പോസ്തലനാൽ ഉപദേശം ലഭിച്ചവരായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിച്ച സഭയായിരുന്നു. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ചില വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നത് അനേക ദശാബ്ദങ്ങൾ, ഒരുപക്ഷെ 10, 40, 50 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരിലുള്ളതായിട്ടുള്ള ആദ്യ സ്നേഹം പോയി എന്നാണ് നമ്മൾ കാണുന്നത്. ആദ്യ സ്നേഹമില്ലാത്ത ഒരു സഭ, അതിനെക്കുറിച്ച് ബോധമില്ലാത്തതും അതിനെക്കുറിച്ച് മാനസാന്തരപ്പെടാൻ താല്പര്യമില്ലാത്തതുമായിട്ടുള്ള ഒരു സഭയെക്കുറിച്ച് അവിടെ മുന്നറിയിപ്പ് കൊടുക്കുന്നത് അതിൻ്റെ നിലയിൽ നിന്ന് അതിനെ നീക്കിക്കളയുമെന്നാണ്. അതിൻ്റെ നില എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലങ്കൈയിലാണ് സഭ. വലങ്കൈയിൽ ഉള്ളതായ സഭയെ അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളഞ്ഞുകൊണ്ട് ദൈവം ആ സഭയെ സംബന്ധിക്കുന്ന പരിപാടി അവസാനിപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, തമ്മിൽ ഏകചിന്തയോടെ ഇരിക്കാനും ഒരു മനസ്സോടെ ഇരിക്കുവാനും, ഏക മനസ്സോടെ ഏകചിന്തയോടെ ഐകമത്യത്തോടെ ഇരിക്കാനായിട്ട് ഒരു കൂട്ടത്തിന് കഴിയുന്നില്ല എങ്കിൽ ആ കൂട്ടത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള ദൈവിക പരിപാടി അവസാനിപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക് വചനത്തിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭിന്നത വരുന്നവനെ 1-2 വട്ടം ബുദ്ധി ഉപദേശത്തിന് ശേഷം ഒഴിക്കുക എന്ന് പറയുന്നത്. കാരണം സഭയുടെ ഐക്യത്തിന് എന്നും അങ്ങനെയുള്ള ആളുകൾ ഒരു തടസ്സമായിരിക്കും. ഭിന്നതയുള്ള ആളുകളെ അങ്ങനെ എല്ലാ കാലവും സഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നുള്ള ഒരു പ്രമാണമല്ല. തെറ്റിപ്പോയ ഒരാളെ, ഇപ്പോൾ എന്തെങ്കിലും പാപത്തിൻ്റെ ചതിയാൽ കുടുങ്ങിയവരെയോ അങ്ങനെ തെറ്റിപ്പോയ ആളുകളോട് നമ്മൾ ദീർഘക്ഷമ കാണിക്കാനായിട്ട് ആവശ്യമുണ്ട്. എന്നാൽ സഭയിൽ ഭിന്നത വരുത്തുന്ന ആളുകളോട് 1-2 വട്ടം, 1-2 വട്ടം എന്നാണ് പറയുന്നത്, 1-2 വട്ടം ബുദ്ധി ഉപദേശിക്കുക, അതിനുശേഷം അവനെ ഒഴിവാക്കുക. കാരണം ദൈവസഭയെ ആക്കുന്നത് അതിനകത്തുള്ള ആ ഏക മനസ്സും ഐക്യവും ഏക ചിന്തയും ഒക്കെയാണ്. അതിന് തടസ്സം നിൽക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ പിശാചാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ സഭയിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ആളുകൾ പിശാചിൻ്റെ കയ്യിലെ കളിപ്പാവുകളാണ്. അവർക്ക് ബുദ്ധി ഉപദേശിക്കണം, പക്ഷേ അത് എല്ലാ കാലത്തും ബുദ്ധി ഉപദേശിച്ച് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതായ ഒരു ഉപദേശമല്ല അതിനെ സംബന്ധിച്ചുള്ളത്. കാരണം 1-2 വട്ടം പറഞ്ഞതിന് ശേഷം ഒഴിവാക്കണമെന്നാണ്. കാരണം അങ്ങനെ ഒഴിവാക്കിയില്ലെങ്കിൽ അത് സഭയുടെ നാശത്തിലേക്ക് പോകും എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു പാപത്തെക്കുറിച്ച് വളരെ ഗൗരവമായി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭിന്നത ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ദൈവസഭയെ വെട്ടിക്കീറുന്നതിന് തുല്യമാണ്. ഓരോരോ അവയവങ്ങളെ മുറിച്ച് മാറ്റി കളയുന്ന ഒരു പരിപാടിയാണ് ഈ ഭിന്നത ഉണ്ടാക്കുക എന്ന് പറയുന്നത്. പലപ്പോഴും അത് ആളുകൾ അതിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കാറില്ല. എന്നാൽ ദൈവാത്മാവ് അതിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 1-2 വട്ടം ബുദ്ധി പറഞ്ഞതിന് ശേഷം ഒഴിക്കുക എന്ന് പറയുന്നതിൻ്റെ കാരണം. അത് സാധാരണഗതിയിൽ ഭിന്നത ഉണ്ടാക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ചില ആളുകൾ ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങൾ
അവർ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇതുപോലെ നിർബന്ധ ബുദ്ധി പിടിച്ചുകൊണ്ട് അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. അത് വചനത്തിൽ നിന്നുള്ള വെളിപ്പാടോ അല്ലെങ്കിൽ മനസ്സിലായതോ ഒന്നുമല്ല. ഒരുപക്ഷെ പാരമ്പര്യമായിട്ട് ലഭിച്ചതോ അല്ലെങ്കിൽ സ്വന്തം മനസ്സിൽ അതിനെക്കുറിച്ച് ഉണ്ടാക്കിയെടുത്തതായിട്ടുള്ള രൂപഭാവങ്ങളോ ഒക്കെ ആയിരിക്കും പലപ്പോഴും അങ്ങനെയുള്ള ഭിന്നതകൾ വരുത്തുന്നതിന് അടിസ്ഥാനപരമായിട്ടിരിക്കുന്നത്. പിന്നെ ഭിന്നത വരുത്തുവാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ആളുകൾ അങ്ങനെ എല്ലാവരെയും വിമർശിച്ച് അവർക്കിഷ്ടമില്ലാത്ത ആളുകളെ സഭയിൽ ഒറ്റപ്പെടുത്തുന്ന നിലയിൽ ആളുകളെ കൂട്ടുന്നതായിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ സഭയിൽ എന്തെങ്കിലും സ്ഥാനം വേണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പോരാടുന്നതായിട്ടുള്ള ആളുകളുണ്ട്, ആളെ കൂട്ടുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ പല വിധങ്ങളിൽ സഭകളിൽ ഭിന്നത വരുത്തുന്നതായിട്ടുള്ള ആളുകളുണ്ട്. എല്ലാവരും ഭിന്നത വരുത്തുന്ന ആളുകളെക്കുറിച്ച് വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം പലപ്പോഴും ഇന്ന് ഈ വിമർശനങ്ങൾ കേൾക്കുമ്പോഴും ആളുകളുടെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോഴൊക്കെ പൊതുവെ ആളുകൾക്ക് അത് കേൾക്കുന്നതിന് ഇഷ്ടമാണ്, അത് നല്ല താല്പര്യമാണ്. നമുക്കറിയാം, മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ട് അതായത് വിവിധ മേഖലകളിലുള്ള ആത്മീയവും രാഷ്ട്രീയവുമായിട്ടുള്ള മേഖലകളിലുള്ള ആളുകളെ വിമർശിച്ചുകൊണ്ടൊക്കെ വീഡിയോ ഇട്ടാൽ അതിന് ധാരാളം കേൾവിക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ക്രിസ്തീയ പ്രാസംഗികരും അനേകരും മറ്റ് സഭകളെ അങ്ങനെ പരസ്യമായിട്ട്, സഭകളെയും സഭകളുടെ ശുശ്രൂഷകന്മാരെയും ഒക്കെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് വീഡിയോകൾ ഇട്ട് കഴിയുമ്പോൾ അതിന് ധാരാളം കേൾവിക്കാരെ കിട്ടും. അതുകൊണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുറ്റം പറയുന്നത് കേൾക്കുന്നതിൽ ഒരു ആനന്ദം പൊതുവെ ആളുകൾക്കുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അത് പ്രിയമുള്ളവരെ വളരെ സഭയിലുള്ളവരെ കുറിച്ചോ സഭയുടെ ഉപദേശങ്ങളെക്കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്, അത് കേൾക്കുന്നതും അതിനോട് ചേരുന്നതും അതിന് നിന്ന് കൊടുക്കുന്നതും ഒക്കെ സഭയ്ക്ക് ദോഷം വരുത്തുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ആരെങ്കിലും അങ്ങനെ സഭയ്ക്ക് ദോഷം വരുന്ന രീതിയിൽ സംസാരിക്കുന്നത് കേട്ടാൽ അവരോട് സന്തോഷത്തോടെ സ്നേഹത്തോടെ പറയേണ്ടത്, നിങ്ങളത് വചനം പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളോട് സംസാരിച്ച് ആ കാര്യത്തെക്കുറിച്ച് ബോധ്യം വരിക അല്ലെങ്കിൽ ബോധം വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഐക്യവുമില്ല, ഏകചിന്തയുമില്ല, ഏക മനസ്സുമില്ല എങ്കിൽ ഒരിക്കലും ഒരു സഭയിലെ പ്രവർത്തനങ്ങളൊന്നും ദൈവം സ്വീകരിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു വായ എന്നുള്ള നിലയിലാണ് ദൈവം അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്ത് കാരണത്താലാണെങ്കിലും പ്രശ്നങ്ങളോടുകൂടി ദൈവസഭയിൽ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നതെന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. ഒരു സഭയ്ക്ക് ഒരു വായ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ. അവർക്ക് ചിന്തിക്കാൻ അവകാശമുള്ളത് ഒന്ന് തന്നെ ഉള്ളൂ. അവർക്കെല്ലാവർക്കും കൂടെ ഒരു മനസ്സേ ഉള്ളൂ. മറ്റ് വേദഭാഗങ്ങളിൽ നമുക്കറിയാം ഒരു ഹൃദയമേ അവിടെ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുകളൊന്നും ഇന്ന് ലോകത്ത് ഈ സഭകൾ എന്ന് വിളിക്കുന്നതായിട്ടുള്ള കൂട്ടങ്ങളിൽ ഇല്ല. അങ്ങനെയുള്ള ഒരു ഉപദേശവുമില്ല ഒരിടത്തും എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം, 6-ാമത്തെ വാക്യത്തിൽ സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുയേശുവിന് അനുരൂപമായി തമ്മിൽ ഏകചിന്തയോടെ ഇരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. അപ്പോൾ ഏകചിന്തയോടെ ഇരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അത് ക്രിസ്തുയേശുവിന് അനുരൂപമായിട്ടായിരിക്കണം. നമുക്കറിയാം, പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഏകചിന്ത ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ തെറ്റായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലും ഒരു ഏകചിന്ത വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെ ഏകചിന്ത ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അതിൽ തന്നെ അതൊരു നന്മയായിക്കൊള്ളണമെന്നില്ല. മറിച്ച് അത് നന്മയാകുന്നത് ക്രിസ്തുയേശുവിന് അനുരൂപമായി തമ്മിൽ ഏകചിന്തയോടുകൂടെ ഇരിക്കുവാൻ കൃപ നൽകുമാറാകട്ടെ എന്നാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള ഉപദേശങ്ങളും ജീവിത മാതൃകകളും അല്ലെങ്കിൽ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ജീവിത വിശുദ്ധീകരണവും ഒക്കെ അവിടെ പ്രസക്തമാണ്. ആ ഒരു നിലയിലുള്ള ഏകചിന്ത മാത്രമേ ദൈവസന്നിധിയിൽ സ്വീകാര്യമായിരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ പാടുള്ളൂ. എന്നാൽ ഇന്ന് പലപ്പോഴും ഒരു സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ആലോചനാ യോഗം വിളിച്ചാൽ പോലും അവിടെ ഒരു ഭൂരിപക്ഷ അഭിപ്രായം എന്ന് പറയുന്നത് ആണ് ഇന്ന് മിക്കവാറും എല്ലാ സഭകളിലും നടപ്പാക്കുന്നത്.
ഈ ഭൂരിപക്ഷവും ആത്മീകമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഇല്ലാത്ത ആളുകളാണെന്ന് മിക്കവാറും എല്ലാ സഭകളിലും എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളുടെ, അതായത് ആത്മീകരല്ലാത്ത ആളുകൾ ഏകചിന്തയോടെ അല്ലെങ്കിൽ ഭൂരിപക്ഷാഭിപ്രായ പ്രകാരം എടുക്കുന്നതായിട്ടുള്ള ആലോചനകൾ ക്രിസ്തുവിനേശുവിന് അനുരൂപമായി ഉള്ള ഒരു ചിന്തയിലേക്കല്ല നയിക്കാൻ സാധ്യതയുള്ളത്. അത് മിക്കവാറും അവരവരുടെ താല്പര്യം അല്ലെങ്കിൽ സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ പേരിനോ പ്രശസ്തിക്കോ ഒക്കെ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാവാനായിട്ടാണ് പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഏകചിന്തയോടുകൂടി വരണമെന്ന് പറയുമ്പോൾ തന്നെ അത് ക്രിസ്തുയേശുവിന് അനുരൂപമായി തമ്മിൽ ഏകചിന്തയോടെയാണ് ഇരിക്കേണ്ടത്. ഐക്യമെന്ന് പറയുമ്പോൾ തന്നെ അത് ക്രിസ്തുയേശുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള ഉപദേശത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ വിശുദ്ധ ജീവിതത്തെ സംബന്ധിച്ചും ഒക്കെയുള്ള കാര്യങ്ങളിലാണ് ഐക്യം വരേണ്ടത്. ഏക മനസ്സ് എന്ന് പറയുമ്പോഴും ആ രൂപാന്തരപ്പെട്ട ക്രിസ്തുയേശുവിനോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്നതായിട്ടുള്ള മനസ്സ് ആണ് അവിടെ ഏകമായിട്ട് വരേണ്ടത്. ഈ ജഡികമായിട്ടുള്ള മനസ്സുകൾക്കും ഏകമാകാനായിട്ട് സാധിക്കും. ജഡികമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി ഏക മനസ്സും ഏകചിന്തയും ഐക്യവും ഒക്കെ സാധിക്കും. എന്നാൽ അതൊന്നും ദൈവവചനത്തിൽ നമുക്ക് സ്വീകാര്യമോ അംഗീകരിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ദൈവവചനത്തിൽ അംഗീകരിക്കുന്നതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിന് അനുരൂപമായിട്ട് തമ്മിൽ ഏകചിന്തയോടെ ഇരിക്കണം. ഇവിടെ തമ്മിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അന്യോന്യം ആ ഒരു കാര്യത്തിൽ ഏകചിന്തയോടെ ഇരിക്കാനായിട്ട് ആവശ്യമുണ്ട്. വ്യത്യസ്തരായിട്ട് നിലകൊണ്ടാൽ ഞാൻ വിചാരിക്കുന്നു ഒരു സഭയിൽ എല്ലാവരും ഏകചിന്തയോടെ ഐക്യത്തോടെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. അവര് സഭയുടെ, അതായത് സഭ എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം എന്നുള്ള നിലയിൽ അവർക്ക് ഒരു സഭയുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളറിയാമല്ലോ, നമ്മൾ ചോറൊക്കെ ഉണ്ണുമ്പോൾ ചിലപ്പോൾ ചോറിനകത്ത് കല്ലൊക്കെ വന്ന് പെട്ടാൽ അതൊരു വലിയ പ്രശ്നമാണ്. അറിയാതെ നമ്മൾ കല്ലെ കടിച്ചു പോയി കഴിഞ്ഞാൽ ആ കല്ല് നമുക്ക് വലിയ ആ ഊണ് തന്നെ നമുക്ക് വലിയ പ്രശ്നമായിട്ട് തീരും. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഏകചിന്തയോടെ അല്ലാതെ വ്യത്യസ്തങ്ങളായിട്ട് ആളുകൾ നിലകൊള്ളുവാൻ തുടങ്ങിയാൽ അതിൻ്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് സഭയുടെ നാശവും ഒക്കെ ആയിരിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഏകചിന്തയോടുകൂടി ഇരിക്കണം. പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ന് ഈ ഏകമനസ്സും ഐക്യവും ഏകചിന്തയും ഒന്നും അല്ലെങ്കിൽ ഏകഹൃദയവും ഒന്നും ഉളവാകാത്തത് എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് വചനത്തിലെ പ്രമാണം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളതാണ് പ്രമാണം. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക. ഈ കീഴ്പ്പെടാനായിട്ട് ഇന്ന് ആളുകൾക്ക് വലിയ പ്രശ്നമാണ്. നമുക്കറിയാം, നമ്മൾ ആർക്കൊക്കെ കീഴടങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭരണാധികാരികൾക്ക് കീഴടങ്ങണം, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം, ഇളയവർ മൂപ്പന്മാർക്ക് കീഴടങ്ങണം, അതുപോലെ തന്നെ മൂപ്പന്മാർ സഭയ്ക്ക് കീഴടങ്ങണം, അതുപോലെ തന്നെ എല്ലാവരും അന്യോന്യം കീഴടങ്ങണം. അപ്പോൾ കീഴടങ്ങാൻ ആവശ്യമില്ലാത്തതായിട്ടുള്ള ഒരാളും ഒരു ദൈവസഭയിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആർക്കെങ്കിലും കീഴ്പ്പെടാൻ ആവശ്യമില്ലാത്ത ആരുമില്ല. മിക്കവാറും എല്ലാവരും പലർക്ക് കീഴടങ്ങേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് താനും. എന്നാൽ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് ഒരു സഭയിലെ വിശ്വാസികൾക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഈ അന്യോന്യം കീഴടങ്ങാനായിട്ട് സാധിക്കാതെ വരുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഈ ഏകചിന്തയോടെ ഇരിക്കാനായിട്ട് സാധിക്കാതെ വരിക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് അതിനെ സംബന്ധിച്ച് ഒരു വാക്യം കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവിൻ. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ കൈക്കൊള്ളുന്ന ആളുകൾക്ക് മാത്രമേ നമുക്ക് കീഴടങ്ങിയിരിക്കാനായിട്ടോ അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുവാനായിട്ടോ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ കൈക്കൊള്ളുന്നതിനെ സംബന്ധിച്ച് ഒരു പ്രമാണം ഇവിടെ വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ആ പ്രമാണം? ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടു. അതുപോലെ ഇവിടെ ഒരു ഉപമാലങ്കാരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തു എങ്ങനെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടോ നിങ്ങളും അതുപോലെ അന്യോന്യം കൈക്കൊള്ളുവിൻ.
അപ്പോൾ ക്രിസ്തു നമ്മളെ കൈക്കൊണ്ടത് എന്തുകൊണ്ടാണ്, എന്തടിസ്ഥാനത്തിലാണ് എന്ന് നോക്കിയാൽ നമുക്കറിയാം, യാതൊരു നന്മയും നമ്മളിൽ ഉണ്ടായിട്ടല്ല, ഒരു യോഗ്യതയും നമ്മളിലില്ല. പക്ഷേ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ക്രിസ്തു നമ്മളെ കൈക്കൊണ്ടു. അപ്പോൾ ഒരു യോഗ്യതയും ഇല്ലാത്തവരെ കൈക്കൊണ്ടപ്പോഴാണ്, ക്രിസ്തു കൈക്കൊണ്ടപ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് അത് തീർന്നത്, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടു. അവിടെ പറയാതെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഒരു യോഗ്യതയും ഇല്ലാതെ, ഒരു നന്മയുമില്ലാത്ത പാപികളായിരുന്ന, ആത്മീയമായി മരിച്ചവരായിരുന്ന നിങ്ങളെ കൈക്കൊണ്ടു, ക്രിസ്തു കൈക്കൊണ്ടു. അപ്പോൾ അത് ദൈവത്തിന് മഹത്വമായി തീർന്നു. അതുകൊണ്ട് ഒരു യോഗ്യതകളും ഒരു നന്മയും ഒരു ഗുണവുമില്ലാത്ത നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ നിങ്ങളും കൈക്കൊള്ളണം. കാരണം ക്രിസ്തു അങ്ങനെയാണ് കൈക്കൊണ്ടത്. അതാണ് അവിടെ പ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ യോഗ്യത എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും മത്സരബുദ്ധിയോടുകൂടി പാപത്തിൽ ജീവിക്കുന്ന ആളുകളെ അതൊന്നുമല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ദൈവസന്നിധിയിൽ യാതൊരു വക പ്രസക്തിയുമില്ല എന്നുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യമാണ്. മാനസാന്തരപ്പെടുന്ന, അന്യോന്യം കീഴടങ്ങുന്നതായിട്ടുള്ള ആളുകൾ, അവരിൽ എന്തെല്ലാം ബലഹീനതകളുണ്ടെങ്കിലും, അവരിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരെ കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്. അവിടെ ജാതിയോ മതമോ സഭയോ നിറമോ വിദ്യാഭ്യാസമോ അങ്ങനെയുള്ള യാതൊരു പരിഗണനകളും ഇല്ലാതെ എല്ലാവരെയും കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്. അന്യോന്യം കൈക്കൊള്ളുവിൻ. ഇനി അന്യോന്യം കൈക്കൊണ്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അന്യോന്യം കീഴടങ്ങിയിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ആരെങ്കിലും ഒരാളെ നാം മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടില്ല എങ്കിൽ, സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് കീഴടങ്ങിയിരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ അന്യോന്യം സ്വീകരിച്ചിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സഭയുടെ ഭാഗമായിട്ട് വരുന്നില്ല, ക്രിസ്തു പണിയുന്നതായിട്ടുള്ള സഭയുടെ ഭാഗമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, നാം ഇന്ന് കാണുന്നതായിട്ടുള്ള സഭകളിൽ അവിടെ ഒരുപക്ഷെ സ്നാനപ്പെട്ട് അവിടുത്തെ തിരുവത്താഴ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതായ അനേക ആളുകളും, അല്ലെങ്കിൽ പല ആളുകളും കർത്താവ് പണിയുന്നതായിട്ടുള്ള സഭയിലെ അംഗം ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ ആരെയെങ്കിലും സംബന്ധിച്ചെങ്കിലും ഇങ്ങനെ ഒരാൾ അങ്ങനെ അല്ല എന്ന് ഒന്നും വിധിക്കാനായിട്ട് നമുക്ക് പറ്റുകയില്ല. കാരണം ഹൃദയവിചാരങ്ങളെ, സംശയവിചാരങ്ങളെ ഒന്നും നമുക്ക് വിധിക്കാനായിട്ട് കഴിയില്ലല്ലോ. അങ്ങനെ ഒരു വിധി പ്രസ്താവിക്കുവാൻ ആരെ സംബന്ധിച്ച് നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല. പക്ഷെ ഒരു കാര്യം, ഒരു യാഥാർത്ഥ്യമാണ്. കാരണം എല്ലാവരും അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ല എന്ന് നമുക്ക് കാണാം. അത് ഒരു വലിയ പ്രമാണമാണ്, ദൈവിക പ്രമാണമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നാം ഒരു സഭയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് നാം പങ്കെടുക്കുകയും സഭാ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വളരെ ക്രമമായിട്ട് നാം സഭായോഗങ്ങൾക്ക് പോകുന്നുമുണ്ട്. പക്ഷേ കർത്താവ് പണിയുന്നതായിട്ടുള്ള സഭയിലെ ആ സഭയുടെ ഒരു അംഗമല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആത്യന്തികമായിട്ട് ഒരു നഷ്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു, ഇന്ന് നാം കാണുന്നതായിട്ടുള്ള, ഈ ലോകത്ത് കാണുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു സഭ എന്ന് വിളിക്കുന്നതായിട്ടുള്ള കൂട്ടത്തിലെ നമ്മുടെ ഒരു മെമ്പർഷിപ്പ് എന്നുള്ളതിനേക്കാൾ അത് ആവശ്യമാണ്. സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള പ്രാദേശിക കൂട്ടങ്ങളിലാണ് ആളുകൾ ചേരേണ്ടത്. പക്ഷെ അവിടെ ഒരു മെമ്പർഷിപ്പ് ഉണ്ട് എന്ന് വന്നിട്ട് ശരിക്കും കർത്താവ് പണിയുന്നതായിട്ടുള്ള, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ് കർത്താവ് പണിയുന്നതായിട്ടുള്ള ആ സഭയിലെ ഒരംഗത്വം നമുക്കില്ലാതെയും വന്നാൽ അതെന്തോ ഒരു കഷ്ടമായിരിക്കും എന്നുള്ളത് നാം ശ്രദ്ധിക്കണം. ഈ ലോകത്തിലെ സഭയുടെ അംഗത്വം കൊണ്ട് നമുക്കൊരു പക്ഷേ നമ്മുടെ സാമൂഹികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നിത്യമായിട്ടുള്ളൊരു നഷ്ടം, ഇവിടെ മാത്രമേ നമുക്ക് അംഗത്വമുള്ളൂവെങ്കിൽ നിത്യമായിട്ടുള്ളൊരു നഷ്ടമാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് നാം ഓർക്കണം. അപ്പോൾ അന്യോന്യം കൈക്കൊള്ളണം. അപ്പോൾ ഈ അന്യോന്യം കൈക്കൊള്ളണമെങ്കിലും, അന്യോന്യം ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴടങ്ങിയിരിക്കണമെങ്കിലും അതിനും ചില അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമാണ്. അതെന്താണ്? ഈ സൗമ്യത, ഈ കീഴടങ്ങുക, ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ആത്മാവിൻ്റെ ഫലം എന്നുള്ള നിലയിലാണ് നമ്മൾ കാണുന്നത്. ഈ സ്നേഹമൊക്കെ ആത്മാവിൻ്റെ ഫലത്തിൽപ്പെട്ടതാണ്. നമ്മളിൽ ദൈവാത്മാവാണ് നിയന്ത്രണം നടത്തുന്നത്, അല്ലെങ്കിൽ നമ്മെ ഭരിക്കുന്നത് ദൈവാത്മാവാണ് എങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും കരുതുന്നതിനും
മറ്റുള്ളവർക്ക് കീഴടങ്ങിയിരിക്കുന്നതിനൊന്നും ഒരു കുഴപ്പവുമില്ല. എന്നാൽ നമ്മളിൽ വാഴുന്നത്, നമ്മെ നിയന്ത്രിക്കുന്നത് നാം തന്നെയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് ആർക്കും കീഴടങ്ങിയിരിക്കാനായിട്ട് സാധിക്കുന്നതല്ല. അന്യോന്യം കൈക്കൊള്ളാനും സാധിക്കുകയില്ല. നമ്മൾ ആളുകളുടെ യോഗ്യതകളൊക്കെ നോക്കും അല്ലേ? പല ആളുകളും സഭയിൽ എല്ലാവരോടും ഒരുപോലെയല്ല, എല്ലാവരെയും ഒരുപോലെ കാണുന്നതായിട്ടുള്ള ആളുകളല്ല സഭയിൽ പലപ്പോഴും ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം. ചിലരോട് പ്രത്യേകമായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നമ്മുടെ സഭയെക്കുറിച്ചല്ല കൊണ്ട് പറയുന്നത്, പൊതുവിലുള്ള സഭകളെക്കുറിച്ചാണ് പറയുന്നത്. പ്രത്യേകമായിട്ടുള്ള താല്പര്യങ്ങളും പ്രത്യേകമായിട്ടുള്ള കൂട്ടങ്ങളും അങ്ങനെ രൂപപ്പെടുന്നതായിട്ടുള്ള കൂട്ടങ്ങളും ഒക്കെ അനേക സഭകളിലുമുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. സഭയ്ക്കകത്ത് തന്നെ സഭ രൂപപ്പെടുന്നതായിട്ടുള്ള പൈശാചികമായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് പലപ്പോഴും അങ്ങനെ വരുന്നത് അന്യോന്യം കൈക്കൊള്ളാത്ത ആളുകളുടെ ഇടയിലാണ്. എല്ലാവരെയും കൈക്കൊള്ളുന്നുവെങ്കിൽ നാം എല്ലാവരോടും ഒരേ മനോഭാവത്തോടു കൂടിയിരിക്കും. എന്നാൽ സഭയിൽ ചിലരെ മാത്രം, ഒരുപക്ഷെ നമ്മൾ അവരുടെ സൗന്ദര്യത്തെയോ സമ്പത്തിനെയോ അവരുടെ ജാതിയെയോ മതത്തെയോ അവരുടെ വിദ്യാഭ്യാസത്തെയോ അവരുടെ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തെ അടിസ്ഥാനമാക്കിയാണ് നാം കൈക്കൊള്ളുന്നതെങ്കിൽ നമുക്ക് എല്ലാവരെയും കൈക്കൊള്ളുവാനായിട്ട് കഴിയുകയില്ല. കൈക്കൊള്ളാത്തവർക്ക് കീഴടങ്ങിയിരിക്കുവാനായിട്ടും കഴിയില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, സഭയിൽ പ്രാകൃതന്മാരും ജഡികന്മാരും ആത്മീകരുമായിട്ടുള്ള ആളുകളുണ്ട്. കൊരിന്ത്യ സഭയിൽ എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാ സഭകളിലും അങ്ങനെയുണ്ട്. ദുഷ്ടൻ വിതച്ചതായിട്ടുള്ള കളകൾ എല്ലാ സഭകളിലും ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ആളുകളും മറ്റ് ആളുകൾക്ക് വിധേയപ്പെടുകയില്ല. നമുക്കറിയാമല്ലോ, പൗലോസ് അപ്പോസ്തലൻ ഏറെ പരിജ്ഞാനവും ജ്ഞാനവും ഒക്കെ ഉള്ള ആള് ആയിരുന്നു എന്ന് നമുക്കറിയാം. ഒത്തിരി വെളിപ്പാടുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് എന്ന് പറയുന്ന ഒരു ആപത്തിനെ കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ അങ്ങനെ ഒരു ആപത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് എന്ന് പറയുന്നത് ആ കാലത്തിലെ എല്ലാ കാലത്തും സഭകളിൽ ഉണ്ടാകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സഭാജീവിതം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയും ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് പോലെയും ഒന്നും അങ്ങനെ അത്ര സ്മൂത്തായിട്ട് പോകുന്നതായിട്ടുള്ളൊരു ജീവിതമല്ല. അതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആളുകളുടെ ബലഹീനതകളെ നമുക്ക് സഹിക്കാനും മാനസാന്തരപ്പെടുന്നവരോട് ക്ഷമിക്കുവാനും നമുക്ക് സാധിക്കും. എന്നാൽ മാനസാന്തരപ്പെടാൻ കൂട്ടാക്കാതെയും മത്സരികളായിട്ടിരിക്കുന്ന ആളുകളെയും ഭിന്നതയുണ്ടാക്കുന്നവരെയും ഒന്നും സഭയിൽ വെച്ചുകൊണ്ടിരിക്കണമെന്ന് ദൈവവചനത്തിൽ യാതൊരു പ്രമാണവുമില്ല. അങ്ങനെയുള്ള ആളുകളെ ഒക്കെ ഉൾക്കൊണ്ട് പോകുന്ന കൂട്ടങ്ങളാണ് ഇന്ന് ലോകത്തെ സഭകളെല്ലാം. അത് തന്നെയാണ് സഭകളുടെ വലിയ നാശത്തിനും അവരുടെ ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെടുന്നതിനും ഇടയായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവം സ്വീകരിക്കണമെന്ന് പറയുന്ന അല്ലെങ്കിൽ ദീർഘക്ഷമ കാണിക്കണമെന്ന് പറയുന്ന ആളുകളോട് അശേഷം ദീർഘക്ഷമ കാണിക്കാതെയും എന്നാൽ ദൈവം ഒഴിവാക്കണമെന്ന് പറയുന്ന ആളുകളെ ഒഴിവാക്കാതെ അവരെയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് സഭയ്ക്ക് വലിയ ഒരു പ്രശ്നമാണ്. ഈ കാലഘട്ടത്തിലല്ല, എല്ലാ കാലഘട്ടത്തിലും അത് വലിയ പ്രശ്നമാണ്. സഭ എന്ന് രൂപപ്പെട്ടോ അന്നു മുതൽ പിശാച് സഭയ്ക്കെതിരെ പുറമേ നിന്നും ഉള്ളിൽ നിന്നും വലിയ ആക്രമണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പുറമേ നിന്നുള്ള ആക്രമണങ്ങൾക്ക് സഭയെ പരാജയപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് 1-ാം നൂറ്റാണ്ടിലെ തന്നെ സഭയുടെ വളർച്ചയിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ക്രിസ്തീയ മതം അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായാൽ ജീവിക്കാൻ പറ്റുകയില്ല. ഒറ്റപ്പെടുത്തലും ജയിലും അതുപോലെ തന്നെ മരണവും ഒക്കെ കാത്തിരുന്നതായിട്ടുള്ള കാലത്ത് അനേകം ആളുകൾ തങ്ങളുടെ ജീവനെ പോലും വകവയ്ക്കാതെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വന്നു എന്ന് നമുക്കറിയാം. അന്ന് നീറോയുടെ ഒക്കെ നേതൃത്വത്തിൽ, റോമൻ ചക്രവർത്തിയായിരിക്കുന്ന നീറോയുടെ ഒക്കെ നേതൃത്വത്തിൽ എത്രയോ ക്രിസ്ത്യാനികളെ കൊന്നുകളഞ്ഞു എന്നുള്ളത് ഒരു ചരിത്രമാണ്. എന്നാൽ പുറമേ നിന്നുള്ള ആക്രമണങ്ങളും പ്രതിസന്ധികളും പീഡനങ്ങളും ഒക്കെ വർദ്ധിച്ചപ്പോഴും ദൈവസഭ യഥാർത്ഥത്തിൽ വളരുകയാണ് ചെയ്തത്. അതുകൊണ്ട് പിശാച് തൻ്റെ അടുത്ത തന്ത്രമെടുത്തു. സഭയ്ക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സഭയെ തകർക്കുന്ന ഒരു പരിപാടിയാണ് പിന്നെ പിശാച് എടുത്തത്. ഇന്ന് സഭയെ തകർക്കുന്നത് പുറമേ ഉള്ള ശത്രുക്കളല്ല, അതിനേക്കാൾ ഏറെ സഭയ്ക്കുള്ളിൽ തന്നെയുള്ള ജഡികന്മാരും പ്രാകൃതന്മാരുമായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് നമുക്ക് ലോകത്തെ കാണുവാനായിട്ട് കഴിയുന്നതായിട്ടുള്ള യാഥാർത്ഥ്യം.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് അന്യോന്യം കൈക്കൊള്ളാനായിട്ട് കഴിയണം, അന്യോന്യം കീഴടങ്ങിയിരിക്കുവാനായിട്ട് കഴിയണം, അന്യോന്യം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും. നമ്മൾ 12-ാം അധ്യായം പഠിച്ചപ്പോൾ അന്യോന്യം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് കൊള്ളുവിൻ എന്ന് നമ്മൾ വായിക്കുകയുണ്ടായി. അന്യോന്യം ബഹുമാനിക്കാൻ കഴിയണം, എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട് കഴിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ, അങ്ങനെ ഒരു കൂട്ടത്തെ മാത്രമേ സഭ എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. പണ്ടുണ്ടായിരുന്നതോ ഇപ്പോൾ ഉള്ളതോ ആയിട്ടുള്ള മനുഷ്യരുടെ കുറവുകളോ ബലഹീനതകളോ അവരുടെ പരാജയങ്ങളോ ഒന്നും നമുക്ക് ആളുകളെ സ്നേഹിക്കുന്നതിനും കരുതുന്നതിനും അവരെ ഉൾക്കൊള്ളുന്നതിനും അവർ മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെടാൻ മനസ്സുള്ളവരായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഒരു തടസ്സമാകുവാനായിട്ട് പാടുള്ളതല്ല. എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്ന ആളുകളെ അവരുടെ ഇഷ്ടത്തിന് വിടുന്നതാണ് എപ്പോഴും സഭയ്ക്ക് നല്ലത് എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ശരി, നമുക്ക് നമ്മുടെ സഭയിൽ എന്തായാലും ദൈവം ഏറെ കരുണ നമ്മളോട് കാണിച്ചിട്ടുണ്ട്. ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ഏകചിന്തയോടെ ഇരിക്കുവാനും ഐക്യത്തോടെ മുമ്പോട്ട് പോകുവാനും ഏകമനസ്സോടെ പോകുവാനും ഒരു വായനാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ ഉള്ള അവസരം നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഒരിക്കലും നാം അതങ്ങനെ തന്നെ പോകും എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയില്ല. ഏതു സമയത്തും ആരും പിശാചിനാൽ പിടിപ്പെട്ട് കുടുങ്ങിയവരായി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ആകയാൽ നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഇന്ന് അനേക സഭകളിലും സഭകളിലെ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥ കാരണം സഭകളിലെ സാധാരണ വിശ്വാസികളെക്കാൾ സഭയിലെ ശുശ്രൂഷകന്മാർ എന്നുള്ള നിലയിൽ ഉള്ള ആളുകളാണ് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാവരും ഏറെ ശ്രദ്ധയോടെ ഇരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പിശാചിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, കർത്താവ് പണിയുന്നതായിട്ടുള്ള സഭയെ തകർക്കുക. അതിന് ഒരു മുഖാന്തരമായിട്ട് നാം ഒരിക്കലും ആകുവാനായിട്ട് പാടില്ല, നിന്നു കൊടുക്കുവാനായിട്ട് പാടില്ല. എല്ലാവരോടും എപ്പോഴും സമാധാനമായിട്ടും സന്തോഷമായിട്ടും സ്നേഹമായിട്ടും ബഹുമാനിച്ചും കൈക്കൊണ്ടും നാം മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അതല്ല എങ്കിൽ എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതിയപ്പോൾ കർത്താവ് കൊടുത്ത മുന്നറിയിപ്പ് പോലെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുവാൻ ഇടയാകും. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള കാഴ്ചപ്പാട് അത് നാം പിന്തുടരുകയും അതിനെ നാം മുറുകെ പിടിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമുക്ക് ഒരു വായനാൽ നമുക്കൊരു വായേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നാം വളരേണ്ടത് ആവശ്യമാണ്. സർവശക്തനായ ദൈവം ഈ മേഖലകളിലൊക്കെ നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.